കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കശ്മീരിലെ മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞ ദിവസം അവസാനിച്ചു. വൈകിട്ട് 5 മണിവരെ ജമ്മു കശ്മീരിൽ 65.48% പോളിംഗ് രേഖപ്പെടുത്തിയതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഉദ്ധംപൂരിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. ഇവിടെ 72.91% പോളിംഗ്. സാംബ 72.41%, കത്തുയിൽ 70.53%, ജമ്മു 66.79%, ബന്ദിപ്പോര 63.33%, ബാരാമുള്ള 55.73% എന്നിങ്ങനെയാണ് കണക്ക്. 40 സീറ്റുകളിലായിരുന്നു മൂന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്നത്. ഇതിൽ 16 സീറ്റുകൾ കശ്മീർ മേഖലയിലും 24 സീറ്റുകൾ ജമ്മു മേഖലയിലുമായിരുന്നു. 415 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടിയത്. 5060 പോളിംഗ് സ്റ്റേഷനുകളാണ് മൂന്നാം ഘട്ടത്തിൽ ഒരുക്കിയിരുന്നത്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം ജമ്മു കശ്മീരിൽ നടക്കുന്ന ആദ്യ തിരഞ്ഞെടുപ്പാണിത്. മൂന്നാം ഘട്ടത്തോടെ ജമ്മു കശ്മീർ നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ് പൂർത്തിയായി. ഒക്ടോബർ 9-ന് ഫലമറിയാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, മുൻ മുഖ്യമന്ത്രിമാരായ ഫാറൂഖ് അബ്ദുള്ള, ഒമർ അബ്ദുള്ള, മെഹബൂബ മുഫ്തി എന്നിവരുൾപ്പെടെയുള്ള ഉന്നത നേതാക്കൾ സംസ്ഥാനത്തുടനീളം വ്യാപകമായി പ്രചരണത്തിനെത്തിയിരുന്നു. സെപ്റ്റംബർ 18-ന് നടന്ന ആദ്യഘട്ട വോട്ടെടുപ്പിൽ 61.13% പോളിംഗും സെപ്റ്റംബർ 25-ന് നടന്ന രണ്ടാം ഘട്ടത്തിൽ 56.31% പോളിംഗുമാണ് രേഖപ്പെടുത്തിയത്. നാഷണൽ കോൺഫറൻസും കോൺഗ്രസും CPM-ഉം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായാണ് മത്സരിച്ചത്. PDP, BJP എന്നിവർ ഒറ്റയ്ക്കാണ് ജനവിധി തേടിയത്. 2014-ലെ തിരഞ്ഞെടുപ്പിന് ശേഷം PDP-യുമായി BJP സഖ്യമുണ്ടാക്കിയിരുന്നു. എന്നാൽ അധികം വൈകാതെ ഇരു പാർട്ടികളും പിരിഞ്ഞു. പിന്നാലെ ജമ്മു കശ്മീർ 2018-ൽ രാഷ്ട്രപതി ഭരണത്തിന് കീഴിലായി. 2019-ലാണ് ജമ്മു കശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ 370 കേന്ദ്ര സർക്കാർ റദ്ദാക്കിയത്. ആകെ 114 സീറ്റുകളാണ് ജമ്മു കശ്മീർ നിയമസഭയിലുള്ളത്. അതേസമയം തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് സർക്കാർ രൂപീകരിക്കുമെന്നതിൽ വലിയ ആത്മവിശ്വാസമാണ് കോൺഗ്രസ് നേതൃത്വം പ്രകടിപ്പിക്കുന്നത്. കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം BJP-യുടെ വിഭജന രാഷ്ട്രീയത്തെ വെല്ലുവിളിക്കാനുള്ള ജനങ്ങളുടെ കൂട്ടുകെട്ടാണെന്നും സഖ്യം സംസ്ഥാനത്ത് സർക്കാർ രൂപീകരിക്കുമെന്നുമാണ് ജമ്മു കശ്മീർ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി തലവൻ താരിഖ് ഹമീദ് കർറ കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടത്. ആദ്യ 1-2 ഘട്ടങ്ങളിൽ സഖ്യത്തിന് മികച്ച പിന്തുണ ലഭിച്ചു. മൂന്നാം ഘട്ടം കൂടി പൂർത്തിയാകുന്നതോടെ സംസ്ഥാനത്ത് അധികാരം പിടിക്കാനുള്ള നിലയിലേക്ക് സഖ്യമെത്തും. വിഘടന ശക്തികളെ പരാജയപ്പെടുത്താനും മതേതര ശക്തികൾക്ക് അവസരം നൽകാനും ജമ്മു കശ്മീരിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും PCC അധ്യക്ഷൻ ചൂണ്ടിക്കാട്ടി. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ജമ്മു കശ്മീരിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിൽ അത് സുപ്രീം കോടതിയുടെ ഇടപെടലിലൂടെ മാത്രമാണ്. സുപ്രീം കോടതിയുടെ ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ ഈ മേഖലയിൽ തിരഞ്ഞെടുപ്പ് നടത്താൻ കേന്ദ്ര സർക്കാരിനും BJP-ക്കും താല്പര്യമില്ലായിരുന്നുവെന്നും അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞു. ജമ്മു കശ്മീരിൽ BJP വലിയ തോതിൽ വികസനം കൊണ്ടുവന്നുവെന്നത് വെറും അവകാശവാദങ്ങൾ മാത്രമാണ്. 1-2 UPA സർക്കാർ കൊണ്ടുവന്ന പദ്ധതികളുടെ ഉദ്ഘാടനങ്ങൾ നടത്തുക മാത്രമാണ് അവർ ഇപ്പോഴും ചെയ്യുന്നത്. ജനങ്ങൾക്കതെല്ലാം മനസ്സിലാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ഒമർ അബ്ദുള്ളയുടെ ദീർഘവീക്ഷണമുള്ള നേതൃത്വത്തിന് കീഴിൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം ജമ്മു കശ്മീരിൽ അടുത്ത സർക്കാർ രൂപീകരിക്കാൻ ഒരുങ്ങുകയാണെന്ന് നാഷണൽ കോൺഫറൻസ് പ്രവിശ്യ പ്രസിഡന്റ് രത്തൻലാൽ ഗുപ്തയും പറഞ്ഞിരുന്നു.